ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. 2010 ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതോടുകൂടി അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. എന്നെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളുമാണ്. ഈ കള്ളപ്പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് 2024 ജൂലൈ മാസം 24-ാം തീയതി വന്ന ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കൺസിഡറിംഗ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offences. The inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജഡ്ജ്മെന്റ്? മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനൽ. അല്ല ഇത് കഴിയട്ടെ. അല്ല, അതില് അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ്. കോടതിയിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം തന്നെ കോടതിയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസേ വന്നിട്ടില്ല. അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും. സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസാണ്. ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഫിസിക്കലി വർദ്ധിച്ചു എന്നുള്ളതായിരിക്കും കേസ്. അല്ല, പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിക്കേ, കേസിനെ കുറിച്ച് പഠിക്കേ. രണ്ട് കേസുണ്ട്. രണ്ട് ജഡ്ജ്മെന്റാണ്. ഒന്ന് 2000 അല്ല, അവര് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസിൽ കൊടുത്ത പരാതി, പോലീസ് FIR ഇട്ടു. 700 അതാണല്ലോ പോലീസ്. അതെയല്ലോ നിങ്ങൾ പരാതി. അതെ. പക്ഷേ ആ പരാതികളില് സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. ജഡ്ജ്മെന്റില് ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ. ജഡ്ജ്മെന്റ് ഫുൾ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു മിനിറ്റ്. അല്ല, ജഡ്ജ്മെന്റില് ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത്, ജഡ്ജല്ലേ എഴുതിയത്. അല്ല, ഇതില് ഈ 323 അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കും.
FIR ഇട്ട ശേഷം പോലീസ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. പറയുന്നത് ശരിയാണെങ്കിലല്ലേ അത്തരം സെക്ഷനുകൾ ഇടുള്ളൂ. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ. അല്ല, ഒരു പരാതി കിട്ടിയതും പോലീസ് അതിൽ എല്ലാ സെക്ഷനും ഇടുവോ? പോലീസ് FIR ഇടും, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും, ആ FIR ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ FIR ആ സെക്ഷനുകൾ ഒഴിവാക്കും, കൂടുതൽ അന്വേഷണം നടക്കും. സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും. അതാണല്ലോ പതിവ്. ഈ കേസിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട്. അപ്പോ കൃത്യമായി താങ്കൾ തന്നെ സമ്മതിക്കുകയാണ്, ഈ ഒരുപക്ഷെ പോലീസ് അത് കഴമ്പില്ലെന്ന് നോക്കി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ആ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല ഉത്തരവ് താങ്കൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് കോടതിയിൽ ഈ FIRന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് എത്തുന്നത്. കോടതിയിൽ എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു. നിങ്ങള് നിയമത്തിനെ വളച്ചൊടിക്കണ്ട. ഞാൻ പറയാനുള്ള കഴിയട്ടെ. അപ്പോ ഈ 2023 ഓഗസ്റ്റിലും 2024 ജൂലൈയിലുമായിട്ട് 2 കേസും തള്ളിപ്പോയി കഴിഞ്ഞു. സ്വത്ത് തർക്ക് അതെ. ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക് കേസ്, 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2024 ജൂലൈ 24 ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിലുള്ള വിധിയും വന്നു. ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? കോടതി തള്ളിക്കളഞ്ഞ വിഷയമല്ലല്ലോ, ഈ സെക്ഷൽ അബ്യൂസ് എന്നുള്ളതല്ലല്ലോ അന്ന് കോടതി വിധിച്ചത്. നിങ്ങൾ വളച്ചൊടിക്കണ്ട. ഒരാൾ പരാതി കൊടുത്തു, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം FIR ഇടും. FIR ഇട്ട് പോലീസിന് രണ്ടാമതൊരു അന്വേഷണം നടത്തും. അറിയാലോ അല്ലേ? അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ളപ്പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല. പിന്നെ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു, ഈ പരാതിയിൽ നിന്ന് താങ്കൾ എന്താ പറയുക? ഈ പരാതിയുടെ മുകളിലാണല്ലോ കേസ് FIR ഇട്ടത്. അത് സ്വത്ത് തർക്കവും അല്ല. ഈ കേസ് 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസും 2024 ജൂലൈ വേറൊരു കേസുമാണ്. കേസ് നമ്പർ 225/2015 ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 244 IPC. ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 341, 323, 324, 334 IPC. ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ്. സ്വത്ത് തർക്കമാണ്. പോലീസിലെ അതെ അവര് പരാതി കൊടുത്ത അങ്ങനെയാണ്. അല്ലല്ല, പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇന്ന് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ്. മൊബൈൽ ടവറിനൊക്കെ പോലീസിന്റെ കയ്യിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരികമായി അതിക്രമിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസ് ഈ കാര്യത്തിൽ സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടിട്ട് ആ വകുപ്പ് ഒഴിവാക്കി എന്നാണ് താങ്കൾ പറയുന്നത്. അതെ. അവര് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു. FIR-ന്റെ കോപ്പി ക്രൈം നമ്പർ 712/2004 ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നുണ്ടല്ലോ, ദ പ്രയർ ഓഫ് ദ പെറ്റീഷൻ മേ ബി പെർമിറ്റഡ് ദ ഇൻവെസ്റ്റിഗേഷൻ. ഇതില് കൃത്യമായി 2014 പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് FIR. അല്ലല്ല, അതായത് സ്വത്ത് തർക്കം സിവിൽ കേസായിട്ട് കോടതിയിൽ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി 2014 കൊടുത്തു. 2014 കൊടുത്തു. രണ്ട് കേസാ. സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു. കോടതിയിലാണല്ലോ കൊടുത്തു. എനിക്കെതിരായിട്ടുള്ള ഈ കേസ്
ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയെ കൊടുത്തു 2014. 2014. അല്ല എല്ലാ കാര്യങ്ങളും ചേർത്തിയിട്ടുണ്ട്. ഇപ്പൊ ആരോപിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പോലീസ് ഈ പോലീസ് അത് കഴമ്പില്ലെന്ന് കണ്ട് മറ്റേ കേസ് എടുത്തില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, അത് അവിടെ നിൽക്കട്ടെ, കോടതി നടപടികൾ നിൽക്കട്ടെ. ഇപ്പൊ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പുതിയൊരു പരാതി ആയിട്ടാണ് ഈ താങ്കൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതി പോയിരിക്കുന്നത്. അതാണ് ഇന്ന് വാർത്തയായി വരികയും ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞല്ലോ 15-ലും 20-ലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള BJP സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ 15-ലും 20-ലും ഒക്കെ കൊടുത്താണല്ലോ. അന്നെല്ലാം പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ പാർട്ടി നടപടി എടുക്കാതിരുന്നു. ചില ആളുകൾക്കെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതറിയാലോ അല്ലെ? ചില ആളുകൾക്കെതിരായിട്ട് പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകളുടെക്കെതിരായിട്ട് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്ന് 15-ലും ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ലേ? പാർട്ടിയിൽ നിന്ന് സമാനമായിട്ടുള്ള പരാതിയാ. എന്നെ 1984 തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എന്റെ മടിയിൽ കനവില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. VD സതീശനും കോൺഗ്രസിന്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമരരംഗത്ത് മാറ്റാം, BJP എന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്നം. ഇതില് അന്ന് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് 15-ലും 20-ലും ഇത് ഓപ്പറേറ്റ് ചെയ്ത ആള് ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്? 2 ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കും പറഞ്ഞ് ആ സ്വാമി തന്നെ എന്തിനാ നിങ്ങൾക്ക് അല്ല തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ. 15-ലും 20-ലും ഒക്കെ പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതെ ഞാൻ പറഞ്ഞല്ലോ. ഇതില് പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ യാതൊരു കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനം. ശരി, ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് എല്ലാം ഇത് വരാറുണ്ട്. പാലക്കാട് പ്രസ് ക്ലബില് ഇതേ പരാതിക്കാര് വാർത്താ സമ്മേളനം നടത്തി അന്ന് ഒരു മാധ്യമം റിപ്പോർട്ടും ചെയ്തിരുന്നില്ല. അപ്പൊ ഇത് എപ്പോഴും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്താണെന്ന് 2015 നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ. എല്ലാ പത്രങ്ങളുടെയും ചാനലുകളിലേക്ക് റിപ്പോർട്ടർമാർ 15-ലും 20-ലൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിന്റെ ബിനുരാജ് ആയിരുന്നു, മാതൃഭൂമിയുടെ അബിലാലായിരുന്നു, ഷുക്കൂർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് മീഡിയ വണ്ണിന്റെ. അന്ന് മാതൃഭൂമിയിലായിരുന്നു ഷുക്കൂർ. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് യാതൊരുവിധ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോഴാണ് നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് നോക്കണം. 2015